ഫ്രണ്ട്സ്, നമ്മുടെ ക്യാരവൻ്റെ അത്യാവശ്യം പെയിൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഈ ക്യാരവൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറാം. ഇപ്പം അകത്തൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ടല്ലോ. ബാത്റൂമിൻ്റെ അകത്ത് ചെറിയ ചെറിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതടിക്കണം അല്ലേ? നമ്മൾ ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ച്. ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ ക്യാരവൻ്റെ ഈ ഫ്ലാപ്പില്ലേ, ഈ ഫ്ലാപ്പ് മറ്റേ ഐഷറിൻ്റെ ഫ്ലാപ്പ് വെച്ച് നമ്മുടെ ക്യാരവൻ നമ്മുടെ ഈ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോളിഷിംഗ് ആണോ? ഫ്രണ്ട്സ്, വണ്ടി കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെയും കുറച്ച് സീറ്റ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സീറ്റ് ഹായ് ഫ്രണ്ട്സ്, വണ്ടി ഈ സൈഡിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഈ സൈഡിലിട്ട് പെയിൻറ്റിങ്ങുള്ള സംഭവം തുടങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ടോ, വണ്ടി ഇവിടെ ഒത്തിരി വന്നുകൊണ്ടായി ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള സംഭവങ്ങൾ കണ്ടാണല്ലോ. നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ചേട്ടൻ ഈ ഒരു സൈഡ് സംഭവങ്ങളൊക്കെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് ഒരു ഇത് മറ്റേത് കാണാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്യുവാണല്ലോ ഏട്ടാ. അതൊന്ന് ചെയ്തിട്ട് പൊട്ടിയിട്ടിട്ട് ബോർഡർ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് സ്ക്രൂ ചെയ്ത് പൊട്ടിയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ പെയിൻറ്റിങ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഗ്ലാസ്സൊക്കെ ഇടുന്ന കണ്ട നല്ല കഴിഞ്ഞ ദിവസം. അപ്പോൾ എനിക്ക് ഒത്തിരി സംഭവങ്ങളൊക്കെ ഈ ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമുക്കിവിടെ ഇത് പഴയ സംഭവങ്ങളൊക്കെ തന്നെയാണ് നേരത്തെ കണ്ടാണല്ലോ. പിന്നെ ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇത് ഡോറും കാര്യങ്ങളും ഇത് നമ്മളൊന്ന് ഗ്ലാസ് ഇടുന്ന സംഭവം കാണിച്ചാണല്ലോ. ഇതൊന്ന് ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതുണ്ടോ, ഇവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ 2 സ്കൂൾ ബസ്. നേരത്തെ അപ്പുറത്തായിരുന്നു വണ്ടി കിടന്നത്. ഒത്തിരി വണ്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ട്, സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ സൈഡിലിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുട്ടിയൊക്കെ ഇട്ട് കേട്ടോ, പുട്ടിയൊക്കെ ഇട്ട് മോൾഡ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അവസാനം നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ.
ഈ ഒരു ക്യാരവൻ്റെ നമ്മൾ ഫ്രണ്ട് ഡിസൈൻ മാത്രമാണല്ലോ കാണിച്ചത്. അപ്പോൾ ബാക്ക് എല്ലാം ഫുൾ പെയിൻറ്റിംഗ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമ്മുടെ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുൾ പെയിൻറ്റിങ്ങിന് എത്ര രൂപ വരും? 75 രൂപ. 75. അകത്തൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. നമ്മുടെ ക്യാരവൻ ഇവിടെയാണ് കേട്ടായിട്ടിരിക്കുന്നത്. ഫുൾ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ പെയിൻറ്റിങ് ഫുൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ജസ്റ്റ് കാണിക്കാം. ഫുൾ പെയിൻറ്റിങ് കാണിച്ചിട്ടുള്ള വീഡിയോ ഇതിൻ്റെ അകത്താണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് വരുമ്പോൾ ഈ സ്റ്റെപ്പ് ഇവിടെ ഒരു സ്റ്റെപ്പ് വരും. ഈ മണത്ത് ഇവിടെ കൊണ്ടുവരാം. മണ്ണിനെക്കാളും കുഴപ്പമെന്നുള്ളത് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത്രയും പോകും. ഈ സാധനം കണ്ടോ? ഈ സാധനം ഇത്രയും പോകും. കണ്ടോ? അതിങ്ങനെ ഫ്രണ്ട്സ്, നമുക്ക് ഈ ക്യാരവൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറാം. ഇപ്പോൾ അകത്തൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഞാനിപ്പോൾ ചാവി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ അത് വണ്ടിയിലൊക്കെ ഇടുന്ന ചാവി തന്നെയാണ്. ജസ്റ്റ് ഇങ്ങോട്ട് തുറക്കുകയാണെങ്കിൽ ഇതുണ്ടോ, അത്യാവശ്യം ഒരു ഗ്രാനൈറ്റ് സെറ്റപ്പൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തെന്ന് അറിയത്തില്ല. സൈഡൊന്നും പറഞ്ഞൊക്കെ സംഭവം അകത്തോട്ട് കയറുകയാണെങ്കിൽ നമുക്കിവിടെ പിടിച്ച് കയറാവുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വുഡാണ് സെറ്റപ്പ്. ഇവിടെ വുഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അകത്തോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഫ്ലോറൊക്കെ ഒരു വുഡ് ഫ്ലോറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരു സോഫയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹുണ്ടായുടെ ഒരു AC സെറ്റപ്പ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഷൂട്ടിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇത് മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സംഭവങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ ഒരു ചെയർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മേക്കപ്പ് സെറ്റപ്പ് ആയിരിക്കാം മിക്കവാറും ചാൻസ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് അല്ല കേട്ടോ, വാഷിംഗ് സംഭവമല്ല. ഇവിടെ കുറച്ച് ഇവിടെ ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രിഡ്ജിലൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഒരു ലക്ഷറി റൂമിൽ കയറിയൊരു ഫീൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്തൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഇത് അവിടുന്ന് ലോക്കാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ലോക്കാണ്. അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഇതിൻ്റെയൊക്കെ ആകും കാര്യങ്ങൾ. ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കിനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെയൊക്കെ ചെറിയൊരു വുഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ആങ്കർ സെറ്റപ്പും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. തുണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള സംഭവങ്ങൾ. ഇത് കഴിഞ്ഞിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. തടച്ചേക്കാം. നമ്മുടെ മറ്റേ കുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ആ പേപ്പറെല്ലാം ഒട്ടിച്ച് നല്ല പക്കയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊന്ന് മഴ മാറിയിട്ട് ജസ്റ്റ് അടിക്കാൻ വേണ്ടിയായിരിക്കും. നമ്മൾ ഇത് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല പൊട്ടിയൊക്കെ ഇട്ട് ഈ സൈഡും കാര്യങ്ങളൊക്കെ മാസ്ക് ചെയ്ത് ലൈറ്റും ഒക്കെ മാസ്ക് ചെയ്ത് പിന്നെ നമ്മുടെ ഗ്ലാസും കാര്യങ്ങളെല്ലാം മാസ്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ബാക്കിയുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള.
ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ക്യാരവൻ്റെ അത്യാവശ്യം പെയിൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഒരു ഗ്രേ കളർ പോലത്തെ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നത്. നമുക്കിനിപ്പോൾ വീലിൻ്റെ അവിടെ ജസ്റ്റ് ഒരു പെയിൻറ്റ് അടിക്കാനുണ്ട്. നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫിനിഷിംഗ് ആയിട്ടുള്ള പെയിൻറ്റിങ് അടിച്ചു തന്നു. പെയിൻറ്റ് അടിക്കുന്ന വീഡിയോസ് നമ്മൾ കാണിച്ചില്ല. നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിലുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗോൾഡൻ ടൈപ്പ് കളറാണ് അടിച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ടും വരുവാണെങ്കിൽ ആ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെയും ഇത് ഗ്രേ കളർ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു ഗ്രേ സെറ്റപ്പാണ് മൊത്തത്തിൽ അടിച്ചിരിക്കുന്നത്. നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടോ നോക്കാം. ഇത് ലോക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു വീൽ കപ്പ് വീലിൻ്റെ ഉള്ളിലൊരു പെയിൻറ്റ് അടിക്കാനുണ്ട്. ബാക്കിയുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് നോക്കാം. പെയിൻ്റ് അടിക്കാനുണ്ട്. മൊത്തം അഴുക്കാം. അകത്തോട്ട് വരുവാണെങ്കിൽ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിരിക്കുവാണ്. ജസ്റ്റ് ഇതിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ, നമ്മൾ അന്ന് കണ്ടതാണല്ലോ, ഇവിടെയൊക്കെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ പാർട്ടൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യുമോയെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു വൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുവാണ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കാം. ഫ്രണ്ടിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സിൽവർ ടൈപ്പ് കളറും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം നല്ലോണം പെയിൻ്റൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ്. അത് വരുവാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റിന് വെക്കാറുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വെക്കാറുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. ക്യാരവൻ്റെ അകത്തും കാര്യങ്ങൾ, ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞില്ല. അപ്പോൾ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുമ്പ് ജസ്റ്റ് നോക്കാം. ബാത്റൂമിൻ്റെ അകത്ത് ചെറിയ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സൈഡ് അഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇങ്ങോട്ട് വരുവാണെങ്കിലും ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്തത്, ഇതിൻ്റെ സൈഡിലേക്ക് പെയിൻറ്റ് ചെയ്ത്, പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലും പെയിൻറ്റ് ചെയ്ത്, ഇതിൻ്റെ മേളിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഈ ഒരു സ്ഥലത്തൊക്കെ ഇനി പോളിഷ് ചെയ്യാനുണ്ട്. പെയിൻറ്റിങ് ആണോ എന്നറിയത്തില്ല, പോളിഷ് ചെയ്യാനുണ്ട്. പിന്നെ അപ്പോഴ്സറിയൊക്കെ സെയിം മാറ്റമുണ്ട്. ഒരു ബ്ലാക്കും ഒരു ടൈപ്പ് കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ എന്താ ചേട്ടാ ഇനി വരാണ്ട് ഇവിടെ? പോളിഷിങ്ങോ? ഈ തടിയിൽ പോളിഷ് ചെയ്യുവാണോ? ടച്ച് ഔട്ടേ ഉള്ളൂ. പിന്നെ നമ്മളെ തറയിലും അതേ സെയിം സാധനം തന്നെ അടിക്കുമോ? തറയിൽ ചിലപ്പോൾ അടിക്കുള്ളൂ.
ഇത് മറ്റേ ഒട്ടിക്കലാണല്ലേ? വിനയിൽ ആ വിനയിൽ പോലത്തെ ഒട്ടിക്കലല്ലേ? ഇതേ മൊത്തം അടിക്കണം. ഇതെല്ലാം മറ്റേ ഒട്ടിക്കലല്ലോ? അല്ലല്ലോ, ഇത് അടിക്കണം. ഇത് അടിക്കണം അല്ലേ? ഇത് ടച്ച് ഔട്ട് ഈ സൈഡ് അടിച്ച് കിടക്ക്. ഇവിടെ അടിച്ചല്ലേ? ഇത് ടോപ്പൊക്കെ അടിച്ച് കിടക്ക്. ഇതും അടിച്ചല്ലേ? ഇല്ല, അത് അടിച്ചിട്ടില്ല. ഇത് അടിച്ചിട്ടില്ലല്ലേ? ഈ ഒരു കളറൊക്കെ അടിച്ചു കേട്ടോ. അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അടിക്കണം, അത് ഫുൾ അടിക്കാനല്ലേ. അതിൻ്റെ അപ്പുറത്തൊരു റൂമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക ഒരു സംഭവങ്ങളൊക്കെയാണ് ഇത്. എനിക്കൊരു ഹയർ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്, ഷൂട്ടിംഗ് സെറ്റപ്പായിട്ടുള്ളൊരു മേക്കപ്പ് സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് അറിയത്തില്ല. ജസ്റ്റ് ഞാൻ പെയിൻറ്റിങ് ഫുൾ വീഡിയോസൊക്കെ ഉണ്ടെന്നല്ലോ. ലൈറ്റിൻ്റെ ഒരു ചെറിയ കുറവുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഒരു ഡാർക്കായിട്ടാണ് കാണുന്നത്. നമുക്ക് അപ്പുറത്തോട്ടുകൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ഇനിയിപ്പോൾ ഈ വീലിനൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ടോ? ബാക്കിയുള്ള പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ വീലിന് ജസ്റ്റ് ഒരു സിൽവർ കളറോ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടാണല്ലോ. പക്ഷേ ഈ ഒരു സൈഡും കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. ഇതൊരു പ്രത്യേക ഒരു മഞ്ഞ ടൈപ്പാണ്. നമ്മൾ അകത്തോട്ട് കയറുവാണെങ്കിലും ഇവിടെയെങ്കിലും മൊത്തത്തിൽ ചെയ്യാനുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്ത് കേട്ടോ. ഇതിൽ മഞ്ഞയും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു സെറ്റാക്കാനുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വശങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഫോട്ടോ അതിൽ തന്നെ കാണാം. ഓക്കെ, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടോ. ഈ ഒരു ക്യാരവൻ്റെ നല്ലൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഇരുന്നിട്ട് മേക്കപ്പ് ഹെയറിങ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിന് കൂടുതൽ ഡീറ്റെയിൽ നമുക്കറിയത്തില്ല. ഇത് വാടകയ്ക്ക് കൊടുക്കുന്നൊരു ക്യാരവൻ ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. അടുത്തൊരു വിഷയിലൂടെ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നല്ലേ ഈ ഒരു. ഫ്രണ്ട്സ്, നമ്മുടെ ക്യാരവൻ്റെ മൊത്തം വർക്കും ഏകദേശം കഴിഞ്ഞോട്ടോ. നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റിക്കറും നമ്മുടെ സൈഡിലെ ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ചു. ഒരു വൈറ്റും പാർക്കും പോലത്തെ പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിഞ്ഞു. നമ്മുടെ വീൽ കപ്പൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള വീൽ കപ്പും കാര്യങ്ങളൊക്കെ വെച്ചു. നല്ലൊരു മോൾഡിങ് ഡിസൈൻ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നേരത്തെ നമ്മൾ കണ്ട വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു 3, 4, 5 ദിവസമായി ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. നമുക്കൊരു പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ വീലിലേക്ക് വരുവാണെങ്കിൽ ഒരു സിൽവറും ബ്ലാക്കും ആയിട്ടുള്ളൊരു കളറാണ് നമ്മുടെ ഫ്രണ്ടിലെ വീൽ അടിച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ കാണുമ്പോൾ. നമ്മൾ ആദ്യം കണ്ട വണ്ടിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി. സൈഡ് ഗ്ലാസ് ഒക്കെ ആണെങ്കിലും പുതിയതാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫ്രണ്ട് ലോക്കാണത്. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിലും നമ്മൾ സാധാരണ നേരത്തെ കണ്ട ഒരു ഗ്രേ കളറും മറ്റുള്ള കളറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. നോക്കാം നമുക്ക്. നമ്മൾ ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ച് കേട്ടോ. നമ്മൾ 2 ലൈറ്റും പിന്നെ പാർക്കും സംഭവങ്ങളും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്രേ കളറിൽ വരുവാണെങ്കിൽ ഇവിടെ ഒരു സിൽവറാണ് നമുക്ക് ഈ ഒരു മോൾഡിങ്. നമ്മൾ ഗ്ലാസിൻ്റെ താഴത്ത് ഗ്ലാസ് ഇടുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. നിങ്ങൾ നേരത്തെ ആണെങ്കിൽ ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. നമ്മളിപ്പോൾ ലൈറ്റ് ഓൾറെഡി ഒരു സിൽവർ കളറിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും കാര്യങ്ങളൊക്കെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിനി ഇവിടെ എന്തെങ്കിലും ലോഗോയും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ക്യാരവൻ്റെ ഈ ഫ്ലാപ്പില്ലേ, ഈ ഫ്ലാപ്പ് മറ്റേ ഐഷറിൻ്റെ ഫ്ലാപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് വരുവാണെങ്കിൽ കണ്ടോ, ഇവിടെയൊക്കെ ജസ്റ്റ് സ്ക്രൂ ഒക്കെ ഇട്ട് വെച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിൽ വെക്കാനുണ്ട്, ഇനി അപ്പുറത്തെ സൈഡിലും വെക്കാനുണ്ട്. ഈ ഒരു സാധനം വെച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇച്ചിരി കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്.
നമ്മുടെ 2 ഫ്ലാപ്പും വെച്ച് കഴിഞ്ഞു കേട്ടോ. നോക്കി, ഫ്ലാപ്പെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലാപ്പാണ് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നീളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോക്കി, ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ ഈ ഫ്രണ്ടിൽ വെക്കാനുണ്ട്. ആ ഫ്രണ്ടിലെ ഫ്ലാപ്പ് കൂടി വെക്കാനായിട്ടാണ് നമ്മുടെ ചേട്ടൻ പോകുന്നത്. ഈ ഒരു സൈഡിൽ ഫ്ലാപ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എല്ലാ വർക്കും അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ. നമ്മൾ പറഞ്ഞ സംഭവങ്ങളനുസരിച്ച് എല്ലാ സംഭവങ്ങളും നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു കേട്ടോ. വീഡിയോസൊക്കെ ആണെങ്കിൽ പെയിൻറ്റിങ്സ് വീഡിയോസ് കാണിച്ചില്ലെങ്കിലും അത്യാവശ്യം എല്ലാ വീഡിയോസും നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 lakhs മേളിലും താഴെയൊക്കെ വരുന്നുണ്ട് എമൗണ്ട് മൊത്തത്തിൽ. നമ്മൾ മെയിനായിട്ട് ഫ്രണ്ട് ഡിസൈനാണ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടതാണല്ലോ. ഫ്രണ്ട് ഡിസൈൻ മൊത്തം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഡിസൈനിലൊക്കെ ആക്കി പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്, ഫുൾ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ മണികണ്ഠൻ വർക്ക്ഷോപ്പിൽ തന്നെയാണ് കേട്ടോ. മണികണ്ഠൻ്റെ വർക്ക്ഷോപ്പിലാണ് ഇത് ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല വീക്കപ്പും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ അകത്തൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് നോക്കാം ഒന്ന് അകത്തോട്ടെ. എല്ലാ ഫിനിഷിങ് വർക്കാണ്. ഇന്ന് ഡെലിവറി ചെയ്യാൻ വണ്ടി. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പ് കസേരയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പോളിഷ് ചെയ്തോന്ന് അറിയത്തില്ല. പോളിഷ് ചെയ്തെന്നാണ് പറയുന്നത് കേട്ടോ. പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുക. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടാവുമോ? ഇതിൻ്റെ അകത്ത് ഇപ്പുറത്താക്കിയായിട്ടാണ്. ഇത് 2 മുറിയായിട്ടാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ ഉണ്ടോ ഈ ഒരു സെറ്റപ്പിൽ നിന്ന് നേരെ ഈ മുറിയിലേക്ക് കയറും. കാരവൻ സെറ്റപ്പാണ്. നമ്മൾ കാണുമ്പോൾ ഒരു വീടായിട്ട് തോന്നുമെങ്കിൽ നേരെ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഇതുണ്ട് ഈ ഒരു സെറ്റപ്പ്. ഇവിടെ ഒരു വാതിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ AC നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് ചേട്ടൻ. അത്യാവശ്യം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പോകുന്ന വീഡിയോസ് കൂടി നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചൊരു കാരവൻ സെറ്റപ്പ്. അതായത് ആഡ് അങ്ങനെയുള്ള ആഡ് പ്രൊമോഷന് വേണ്ടിയൊക്കെ ആയിട്ടുള്ള കാരവനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് 6,000 രൂപ കണ്ടോ ഒരു ദിവസം വരുന്നത് കേട്ടോ. ഇത് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി ബേസ്ഡ് ആയിട്ടുള്ളൊരു കാരവനാണ്. ഇവിടേക്ക് അത്യാവശ്യം കസേരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വീഡിയോസൊക്കെ നോക്കാം. ഞാൻ പറയാൻ വിളിക്കാനൊരു സ്ഥലമില്ല. നേരം എടുത്തപ്പോൾ അവിടെ പിന്നെ പ്രധാനപ്പെട്ട കിട്ടാത്തൊരു ആവശ്യത്തെ
കേബിൾ അത് മേലെ കട്ട് ചെയ്ത് തന്നേക്കുന്നത് മേലെ അത് വേണം മേലെ കട്ട് ചെയ്ത് തന്നെ അത് ഏതാ അത് മാത്രം കട്ട് ചെയ്താൽ പിന്നെ മേലെ ടോപ്പിന്റെ ഭാഗം പൊങ്ങി സിലിക്കോൺ അടിച്ചിട്ട് നമുക്ക് കേട്ടുകൊണ്ട് ഇച്ചിരി ഹൈറ്റ് കൂടി പോയാണ് കറക്റ്റാണോ? അതുപോലെ ഈ കമ്പിയിലാവുന്നില്ല തലക്ക് എങ്ങനെയുണ്ട്? മുഴയായിട്ടുണ്ടോ? ചെറുതായിട്ടോ? അത് കുഴപ്പമില്ല. അതെ ശ്രദ്ധിച്ചില്ലത് നമ്മൾ ആ ഒരു സാധനം തുറന്നായാലും നമ്മൾ അതങ്ങനെയാണ്, നമ്മൾ പെട്ടെന്ന് അതേ മൈൻഡിൽ തന്നെ എഴുന്നേക്കും. പക്ഷെ അതാണ് നമുക്ക് പെട്ടെന്നാണ് നല്ലതായിട്ട് പറഞ്ഞത്. അല്ലാതെ തന്നെ കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് മാറാമായിരുന്നു. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഫ്രണ്ടിൽ ഫ്ലാപ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മൊത്തം പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഫ്രണ്ടിൽ ആ മറ്റേ വൈപ്പറിൻ്റെ ഒരു ചെറിയ സംഭവം കൂടെ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പുറത്തിട്ടിരിക്കുക കേട്ടോ. ഇതുണ്ടോ, പുറത്താണ് വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. ജസ്റ്റ് ഇനിയിപ്പോൾ നോക്കാം, ഇനിയിപ്പോൾ എന്താ നമുക്ക് പോകുന്നതും കൂടി നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ചെറുതായിട്ട് മഴ പെയ്തിട്ട് നല്ല ക്ലീനായിട്ട് കിടക്കുക വണ്ടി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞാണല്ലോ, എൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും ഏകദേശം മാത്രം ഡിസൈനായിട്ട് മാറ്റിയിട്ട് ഫുൾ പെയിൻറ്റ് ചെയ്യുകയാണ്. ഒരു ഗ്രേ കളറും കാര്യങ്ങളൊക്കെയാണ്. എമൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാണല്ലോ. പിന്നെ ഐഷറിൻ്റെ ഫ്ലാപ്പൊക്കെ നമ്മൾ മാറ്റി, ഇത് മാറ്റുന്നതെല്ലാം നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഏകദേശം ഒരു 2 lakhs മേളിലെടുത്ത് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടി മൊത്തം ഇവിടെ പെയിൻറ്റിങ്ങും ഫ്രണ്ട് ഡിസൈനും മാത്രം ചേഞ്ച് ചെയ്യുന്നതിനെല്ലാം കൂടി നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഓട്ടോമാറ്റിക്കാണ് അത് കൊടുക്കാമല്ല. പിന്നെ ഇപ്പോൾ വന്നത് വാർപ്പ് മാത്രമല്ല, ഇൻഡിക്കേറ്ററില്ല. അടുത്തടുത്ത് ഇൻഡിക്കേറ്റർ ആ അത് തല മേളിലെ ലൈറ്റ് വർക്ക് ചെയ്ത് കേട്ടോ. ആ ഇവിടെ ഓക്കെ, ഇവിടെ ഓക്കെ. അസാഡില്ലേടാ? നോക്കട്ടെ.
ഡിമ്മില്ലല്ലേ? എപ്പോഴും പൊങ്ങിയിരിക്കുന്നുണ്ട്. ഇതാണ് തേപ്പറ്റിരിക്കുന്നത്. ഈ തേപ്പാണ് അടിക്കുന്നത്. നാളെ മരുന്ന് ആരും താത്തില്ല വെറുതെ വെള്ളം പിടിക്കില്ല ആവശ്യമില്ല എന്തിനാണ് ഇന്നത്തെ കാര്യം നമ്മുടെ വണ്ടിക്ക് ബോഡിയിട്ട് പോകുക. ഫ്രണ്ട്സ്, വണ്ടി കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകാൻ പോവുകയാണ്. ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഈ പോകുന്ന 2-3 ഷോർട്സ് കൂടി എടുക്കാം. ഫ്രണ്ട്സ്, വണ്ടി അപ്പോൾ തിരിച്ച് പോകുവാണ് കേട്ടോ. ഇനിയിപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിക്കർ കടയിൽ കൂടി പോകാനുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ ആണെങ്കിലും ഇപ്പം തിരിച്ചിട്ടിരിക്കുവാണ്. ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ബാക്കിലേക്ക് എടുത്തോണ്ടിരിക്കുക. ഇത് മണികണ്ഠൻ വർക്ക്ഷോപ്പ് തന്നെയാണ് കേട്ടോ. മണികണ്ഠൻ ടൂറിസ്റ്റ് ബസ് അങ്ങനെയൊക്കെയുള്ള വർക്കൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ക്യാരവനും മേക്കപ്പ് ക്യാരവനും ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ, നമ്മൾ സൺ പ്രൊട്ടക്ട് ചെയ്യുന്ന 2 വീതിയിൽ വരുന്നൊരു ഗ്ലാസ്, നമ്മുടെ താഴത്തും വരുന്നൊരു സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കുന്ന വീഡിയോസ് ജസ്റ്റ് നമുക്ക് അവിടെ പോയി എടുക്കാം, നോക്കാം നമുക്ക്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ ഇത് വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് വിഷ്വൽ കൂടി കാണാം. അപ്പോൾ അതുകൂടി കണ്ടിട്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒത്തിരി ആയില്ല ഇത്. അപ്പം ജസ്റ്റ് നോക്കാം. ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഓൺ ടെസ്റ്റ് നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് തലേദിവസമാണ് നമുക്ക് ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റിന് മുമ്പായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നത്. നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിനിയിപ്പോൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നതാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കയറി നോക്കാം. അപ്പോഴ്സറി ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. അകത്തോട്ട് കയറുവാണെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് സീറ്റ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്റ്റിയറിങ്ങിലാണെങ്കിൽ ഒരു കവറൊക്കെ സെറ്റ് ചെയ്ത് കിട്ടപ്പനാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്.
ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇനി ഇത് എന്ത് ബ്ലാക്ക് ആണെന്ന് ഡാർക്ക് ബ്ലാക്ക് നമ്മുടെ മേളിലല്ലേ, മേളിൽ ജസ്റ്റ് ഒന്ന് പക്ഷേ പേരിപ്പോൾ നാളത്തേക്ക് മാറ്റിയിരിക്കാം. പേര് എന്ത് വെക്കണമെന്ന് അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ പേര് എഴുതുന്നില്ല. ഈ ഒരു ഡാർക്ക് നമ്മുടെ ഗ്ലാസ്സിൽ ഒട്ടിക്കാം. കൂളിംഗ് തന്നെയല്ലേ? കൂളിംഗ് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒട്ടിക്കാം. അത് ഏകദേശം എത്ര രൂപ വരണം? 800 രൂപയ്ക്ക് നമ്മളിത് മേളിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അപ്പോൾസ്റ്ററിയൊക്കെ ചെയ്യുന്നത് കണ്ടില്ലായിരുന്നു. ഇതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് ഇവിടെയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു തന്നു. അതുപോലെ സ്റ്റിയറിങ്ങും അതെയല്ലേ? അതുണ്ടോ നമ്മൾ ഈ ഒരു മേളിൽ ആ ഒരു കൂളിംഗ് ഫിലിം ഒട്ടിക്കുവാണ്. ഇതിൻ്റെ പുറത്ത് വശം ഞാൻ കാണിച്ചു തരാം. ഇത് ഒട്ടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പുറത്തെ പീസും കൂടി വെക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ താഴത്തും വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു താഴത്തെ സ്ഥലത്ത് നമ്മളൊരു ബ്ലാക്ക് ഒട്ടിക്കുന്നത്. ഇനിയിപ്പോൾ താഴത്തൊട്ടിക്കാം. താഴത്തിന് കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ സൈഡും കൂടി ഒട്ടിച്ച് കഴിഞ്ഞു. ഓക്കെ ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ജസ്റ്റ് നോക്കാനാണ് ഷോട്ട്. കാരണം അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു കേട്ടോ. സ്റ്റിക്കർ വർക്കും കഴിഞ്ഞ് നമ്മുടെ ചേട്ടൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക്
ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടതാണല്ലോ, പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. അപ്പോൾ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് നമ്മുടെ വിഷ്വലും കാര്യങ്ങളും. ഇതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വണ്ടിയുടെ ഒരു ക്യാമറ, സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. താഴത്തെ ഒരു 50 മേളിലൊരു 70 ഇത് വരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പേരും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അതിപ്പോൾ ഇനിയിപ്പോൾ അവർ ഡിസ്കസൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഇതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുവാണ്, നിർത്തുവാണ്. ഇപ്പോൾ വണ്ടി ജസ്റ്റ് പോവുകയാണ്. അപ്പോൾ എല്ലാം കണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോയും വിഷ്വലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.